ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു കോമണർ ആയിട്ടാണ് അനീഷ് എത്തിയത്. വന്ന അന്ന് മുതലേ ജനങ്ങൾ ഇങ്ങനെ അനീഷിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുമായിട്ട് ഓരോ പ്രശ്നങ്ങൾക്കുള്ള തുടക്കം വെച്ചുകൊണ്ടാണ് അനീഷിന്റെ ഗെയിം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. വന്ന അന്ന് തന്നെ നമ്മുടെ അനുമോളോടായിട്ട് അനീഷ് പറയുന്നുണ്ട്, സ്ക്രീനിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ അത്ര ഭംഗി തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ മത്സരാർത്ഥികളെയും പോയി ചെറുതായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അനീഷിന്റെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി. പക്ഷേ ആദ്യത്തെ ആഴ്ചയിൽ ആ 2-3 ദിവസം ആകുന്ന സമയത്ത് പ്രേക്ഷകരെല്ലാം തന്നെ അനീഷിന് എതിരെയായിരുന്നു കമന്റ് ഇട്ടിരുന്നത്. അനീഷ് ഒരു ചൊറിയനാണ്, ശരിയാവില്ല, അനീഷ് വെറുപ്പിക്കലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ആളുകൾ തന്നെയാണ് സെക്കൻഡ് വീക്ക് ആയപ്പോഴേക്ക് അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അത് അനീഷിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഗെയിം പ്ലാനിങ് ആണത്. അതുപോലെ തന്നെ അനീഷിന്റെ വേറൊരു പ്രത്യേകത എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടില്ല എന്നൊക്കെയുള്ള ഒരു കാര്യം പറയുന്നത് തുടരെ 10ഉം 15ഉം 20ഉം തവണയാണ് അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും വാക്കേറ്റത്തിന് പോകുന്ന സമയത്ത് അനീഷ് അത് വിട്ടുകൊടുക്കില്ല. ഇത് ഒരു കാര്യം ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ അത് ആവർത്തിച്ച് പറയും. അത് ഇത്തവണത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറയുന്നുണ്ട്, അനീഷ് ആ ആവർത്തിച്ച് പറയുന്ന കാര്യം ഒന്ന് നിർത്തിയാൽ നല്ലൊരു പ്ലെയർ ആണ്, നല്ലൊരു ഗെയിമർ ആണ് എന്ന് ലാലേട്ടൻ അനീഷിന് നല്ലൊരു മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അനീഷിന് അങ്ങനെയാണ്, അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി അങ്ങനെയാണ്. പിന്നെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് സൗണ്ട് റേസ് ചെയ്ത് സംസാരിക്കാൻ അനീഷിന് സാധിക്കുന്നില്ല. പിന്നെ ഫസ്റ്റ് ക്യാപ്റ്റൻ ആയത് അനീഷാണ്. ബിഗ് ബോസ് സീസൺ 7ലെ ആദ്യത്തെ ക്യാപ്റ്റനാണ് അനീഷ്. അങ്ങനൊരു പ്രത്യേകതയുണ്ട്. ക്യാപ്റ്റൻ ആയിരുന്നിട്ട് പോലും മറ്റു മത്സരാർത്ഥികൾ പറയുന്നതൊന്നും കേൾക്കാൻ അനീഷ് തയ്യാറായില്ല എന്നുള്ള പരാതി അനീഷിനെ കുറിച്ചുണ്ടായിരുന്നു. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ ഏറ്റവും വലിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ അനീഷാണ്. എന്തായാലും അനീഷ് ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറിയിരിക്കുകയാണ്.